Hello children, welcome to Kids Area Online. നാളെ എക്സാം ആണ്. എക്സാമിന് മുൻപ് അവസാനവട്ട ഒരുക്കത്തിലേക്ക് നമ്മൾ പോവാണല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. ക്രിസ്മസ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ അവൈലബിൾ ആണ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസും ട്യൂഷൻ ഇപ്പോൾ നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 1ാം ക്ലാസ്സിന് 5 മണിക്കും 2ാം ക്ലാസ്സിന് 6 മണിക്കും 3ാം ക്ലാസ്സിന് 7 മണിക്കും 4ാം ക്ലാസ്സിന് 8 മണിക്കുമാണ് ലൈവ് ക്ലാസ് നടക്കുന്നത്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട, അവർക്കായിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ട്യൂഷന് ജോയിൻ ചെയ്തിട്ട് ട്യൂഷന്റെ റെക്കോർഡ് ക്ലാസ് ആണ് വേണ്ടതെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ എക്സാം പ്രിപ്പറേഷന്റെ ക്ലാസ്സസിന്റെ ഫീ വരുന്നത് 400 ആണ്, 400 ആണ്. അത് എക്സാം കഴിയുന്നത് വരെ മാത്രമേ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകത്തുള്ളൂ. 400 ആണ് ലൈവ് ക്ലാസ് ആയാലും റെക്കോർഡ് ക്ലാസ് ആയാലും ഫീ വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. Okay children, അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുന്നുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എമീസ് ഹോം, എമിയുടെ വീടാണ്. ഇവിടെ നിങ്ങൾ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചു നോക്കിയേ. ആരൊക്കെയുണ്ട്? എമി ഉണ്ട്, ഫാറ്റ് കാറ്റ് ഉണ്ട്, കിറ്റൻസ് ഉണ്ട്, ഡക്ലിംഗ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ ബോക്സിൽ കുറച്ച് പേരുകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫ്രോഗ്, ഫാറ്റ് കാറ്റ്, സ്വിമ്മിംഗ്, കിറ്റൻസ്. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താ? തവള. ഫാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാലോ? തടിയൻ പൂച്ച. സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ നീന്തുന്നു. കിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ചക്കുട്ടികൾ. അപ്പൊ നമുക്ക് ഈ സെന്റൻസില് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതി ഫില്ല് ചെയ്യണം. എങ്ങനെയാ എഴുതുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് the days are playing in the garden. Playing in the garden എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ കളിക്കുന്നു. ഇതിൽ ആരാണ് ഗാർഡനിൽ കളിക്കുന്നേ? കിറ്റൻസ് ആണല്ലേ. അപ്പോൾ ഇവിടെ എന്താ എഴുതാനുള്ളത്? കിറ്റൻസ്. The kittens are playing in the garden. Next, sitting on the rock. ടീച്ചർ ഇത് വായിച്ചു തരും കേട്ടോ, വിഷമിക്കേണ്ട. Sitting on the rock. പാറമേൽ ഇരിക്കുന്നത് ആരാ? നോക്കിയേ, റോക്ക് വലിയ കല്ലിന്മേൽ ഇരിക്കുന്ന ആരാ? ഫ്രോഗ് ആണ്. ഫ്രോഗ്. അപ്പോൾ എന്ത് എഴുതണം? ഫ്രോഗ് ഇവിടെ എഴുതണം. A frog is sitting on the rock. എങ്ങനെ എഴുതുക? A frog is sitting on the rock. ഫ്രോഗ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ducklings are എന്ത് ചെയ്യാണ്? സ്വിമ്മിങ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? സ്വിമ്മിങ് എന്ന് എഴുതണം. Ducklings are swimming in the pond. Ducklings are swimming in the pond. Next എന്താണ്? A dash is climbing on the tree. Climbing എന്ന് പറഞ്ഞാൽ കയറുക. On the tree. എവിടെയാ? മരത്തിൽ. മരത്തിൽ കയറുന്നത് ആരാ? നോക്കിയേ, ആരാ? ഫാറ്റ് കാറ്റ്. ഇവിടെ എന്താ എഴുതുക? ഫാറ്റ് കാറ്റ് എന്ന് എഴുതും. ഇതുപോലെ നിങ്ങൾക്ക് fill in the blanks ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. fill in the blanks എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇതാണ് ബ്ലാങ്ക്. ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ ഡോട്ട് ആയിട്ട് കിടക്കുന്നുണ്ട്, കുത്ത് കണ്ടോ? അവിടെ എഴുതിയിട്ടില്ല. അവിടെ എന്ത് ചെയ്യണം? fill ചെയ്യണം. എങ്ങനെ fill ചെയ്യണം? ദാ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതി അത് fill ചെയ്യണം. ശരിയായിട്ടുള്ളത് കണ്ടെത്തി എഴുതണം. തെറ്റില്ലല്ലോ. അപ്പൊ ഗാർഡനിൽ കളിക്കുന്നത് ആരായിരുന്നു? കിറ്റൺ ആയിരുന്നു. റോക്കിൽ ഇരുന്നത് ആരാ? പാറമേൽ ഇരുന്നത് ആരാ? ഫ്രോഗ് ആയിരുന്നു. ഡക്ലിങ്സ് എന്ത് ചെയ്യുക? താറാവ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? സ്വിമ്മിങ്, നീന്തുന്നു. ക്ലൈംബിംഗ് ഓൺ ദി ട്രീ, ആരാ മരത്തിൽ കയറുന്നേ? ഫാറ്റ് കാറ്റ്. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹു ഈസ് ഇൻ ദ പിക്ചർ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് കാണുന്നുണ്ടോ? PCA കാണുന്നുണ്ടോ? എന്ത് ചെയ്യണമെന്നറിയാവോ? സി എന്ന് എഴുതിയിടത്തെല്ലാം യെല്ലോ കളർ കൊടുക്കണം. സി എന്ന് എഴുതിയ സ്ഥലത്തെല്ലാം ആ കോളത്തിലെല്ലാം യെല്ലോ കളർ നൽകണം. എ എന്ന് എഴുതിയിട്ടുള്ള കോളത്തിലെല്ലാം റെഡ് കളർ നൽകണം. എ എന്ന് എഴുതിയ റൗണ്ടിൽ എന്ത് ചെയ്യണം?
റെഡ് കളർ കൊടുക്കുക. ടി എന്ന് എഴുതിയ സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ബ്രൗൺ. ഇവിടെയാണ് ടി എഴുതിയിട്ടുള്ളത്, കണ്ടോ? ബ്രൗൺ കളർ. പി എന്ന് എഴുതിയ സ്ഥലത്തെല്ലാം ബ്ലൂ കളർ നൽകണം. ഓരോ ലെറ്റർ നൽകിയിട്ടുണ്ട്, ആ ലെറ്ററിന് അവിടെ നൽകിയിട്ടുള്ള കളർ ഏതാണോ ആ കളർ നൽകുക. അപ്പോൾ നമുക്കിവിടെ ഒരാളെ കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം who is in the picture? Who is in the picture? ഈ പിക്ചറിൽ ആരാ ഉള്ളേ? Yes, very good. Cat. C-A-T, cat. C-A-T, cat. പറഞ്ഞേ, C-A-T, cat. Very good. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ read the table given below and color the picture. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ടേബിളില് കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ടീച്ചർ വായിച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ നൽകണം. ഫസ്റ്റ് ചെയ്യാനുള്ളത് കളർ നൽകുക. യെല്ലോ ബട്ടർഫ്ലൈ. യെല്ലോ ബട്ടർഫ്ലൈ. വേർ ഈസ് ബട്ടർഫ്ലൈ? യെസ്, ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈന് ഏത് കളറാണ് നൽകാനല്ലേ? യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ യെല്ലോ കളർ നൽകുക. റെഡ് ഫിഷ്. ഫിഷിന് എന്ത് കളർ നൽകാനാ പറഞ്ഞിട്ടില്ലേ? റെഡ് ഫിഷ്. ഫിഷിന്റെ കളർ എന്താ? റെഡ്. അപ്പോൾ ഫിഷിന് എന്ത് കളർ നൽകണം? റെഡ് കളർ നൽകണം. ഗ്രീൻ ഫ്രോഗ്. ഗ്രീൻ ഫ്രോഗ്. ഫ്രോഗിന് എന്ത് കളർ നൽകണം? ഗ്രീൻ കളർ നൽകണം. ബ്രൗൺ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കിറ്റൻസ്. ബ്രൗൺ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കിറ്റൻസ്. കിറ്റൻസിന്റെ കളർ എന്തൊക്കെയാണ്? പൂച്ചക്കുട്ടികളുടെ കളർ എന്തൊക്കെയാണ്? ഒരു കിറ്റന് ബ്രൗൺ കളർ കൊടുക്കുക, മറ്റൊരു കിറ്റന് വൈറ്റ് കളർ കൊടുക്കുക, അടുത്ത കിറ്റനോ ദാ ഈ കിറ്റന് ബ്ലാക്ക് കളർ കൊടുക്കുക, കറുപ്പ് നിറം കൊടുക്കുക. അപ്പൊ ഒന്നാമത് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ ഏത് കളറാണോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ കളർ നൽകണം. ക്രയോൺസ് കൊണ്ടുപോകാൻ മറക്കല്ലേ കേട്ടോ, മറക്കാതെ കൊണ്ടുപോണേ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ വേർഡ്സ് ഇൻ ദ ടേബിൾ ഗിവൻ ബിലോ. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ഇവിടെ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്, വേർഡ്സ് ഉണ്ട്. ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ എന്ത് ചെയ്യണം? ഈ ബ്ലാങ്ക് ഫിൽ ചെയ്യണം. എങ്ങനെ ഫിൽ ചെയ്യാ? യെല്ലോ ബട്ടർഫ്ലൈ ഈസ് സിറ്റിംഗ് ഓൺ ദ. യെല്ലോ ബട്ടർഫ്ലൈ എന്തിനു മുകളിലായിരിക്കുന്നേ? ഫ്ലവർ. ഇവിടെ എന്ത് എഴുതണം? ഫ്ലവർ. യെല്ലോ ബട്ടർഫ്ലൈ ഈസ് സിറ്റിംഗ് ഓൺ ദ ഫ്ലവർ. ഫ്ലവറിന് മുകളിലാണ്. എ ഡാഷ് ഈസ് സ്വിമ്മിംഗ് ഇൻ ദ പോണ്ട്. പോണ്ടിൽ ആരാ കളിക്കുന്നേ? ഇവിടെ നോക്കിയേ, ഡക്ക്. ഡക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എഴുത്തെഴുതിയാൽ മാത്രം മതി. കണ്ടുപിടിച്ച് ദാ ഇവിടെ നിന്ന് തെറ്റാതെ, സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ എടുത്തെഴുതണം. ഡക്ക്. എ ഡക്ക് ഈസ് സ്വിമ്മിംഗ് ഇൻ ദ പോണ്ട്. അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് അറിയാവോ? ദ കിറ്റൻസ് ആർ നിയർ ദ പോണ്ട്. കിറ്റൻസ് എന്ത് ചെയ്യുന്നു? പ്ലേയിങ് ഡക്ക് ഓൺ ദ റോക്ക് ഫ്ലവർ. ഏതാണ്? പ്ലേയിങ്. ഇത് ടീച്ചർ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ കേട്ടോ. ദ കിറ്റൻസ് ആർ പ്ലേയിങ് നിയർ ദ പോണ്ട്. ഡക്ക് സ്വിമ്മിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡക്ലിംഗ് സ്വിമ്മിങ് ആണ്. കിറ്റൻസ് എന്ത് ചെയ്യുന്നു? പ്ലേയിങ്, കളിക്കുന്നു. എ ഫ്രോഗ് ഈസ് സിറ്റിംഗ്. എന്ത് ചെയ്യുന്നു? ഫ്രോഗ് സിറ്റിംഗ്, ഇരിക്കുന്നു. എവിടെയാ? ഓൺ ദ റോക്ക്. പാറപ്പുറത്ത് ഇരിക്കുകയാണ് അല്ലെ, വലിയ കല്ലിൻ മുകളിൽ ഇരിക്കുകയാണ്. എ ഫ്രോഗ് ഈസ് സിറ്റിംഗ് ഓൺ ദ റോക്ക്. യെസ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മനസ്സിലായല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാ ചോദിച്ചിട്ടുള്ളതെന്ന് അറിയാവോ? ഒന്നാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു എന്ന് അറിയാവോ? കളർ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ആനിമൽസ് ഇൻ ദ സ്പേസ് ഗിവൺ. ഇവിടെ നോക്കി, ഇവിടെ ആനിമൽസ് ഉണ്ട്. ഈ ആനിമൽസിന്റെ നെയിം ഇവിടെ നൽകിയിട്ടുണ്ട്. എലിഫന്റ്, ജിറാഫ്, മങ്കി, കിറ്റൻസ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നും കറക്റ്റ് ആയിട്ട് എടുത്ത് ദാ ഇവിടെ എഴുതുക. എലിഫന്റ് എവിടെയാണ്? ഇവിടെയാണ്. എലിഫന്റ് എന്ന് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഇവിടെയോ? ജിറാഫ് എന്ന് എഴുതണം. ഇതുപോലെ എന്ത് ചെയ്യണം? ഫിൽ ചെയ്യണം. ജിറാഫ്, എലിഫന്റ്, മങ്കി, കിറ്റൻസ്. എടുത്ത് എഴുതാൻ അറിയില്ലേ? ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ നോക്കി കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. അത് മാത്രം പോരാ കേട്ടോ, ഈ പിക്ചേഴ്സിന് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2016 ചോദിച്ചിട്ടുള്ളതാണ്. ആക്ടിവിറ്റി 1 ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ടും ഉണ്ട്. അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ. അതിന് പേര് എഴുതുക, ഡിസ്ക്രിപ്ഷൻ അതിന് പേര് കൊടുക്കുക, എന്നിട്ട് അതിന് കളർ നൽകുക. ഇത് നിങ്ങൾക്കറിയാലോ. ചെയ്യില്ലേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ? യെസ്. അതുപോലെ ആക്ടിവിറ്റി 1 ആയിട്ട് 2015 ചോദിച്ചിട്ടുള്ളതാണ്. ദ ഗ്രേ കിറ്റൻ വോക്ക് അപ്പ് ഏർലി. ഗ്രേ കിറ്റൻ നേരത്തെ എഴുന്നേറ്റു.
He looked around. എന്നിട്ട് ചുറ്റും നോക്കി. ദാ നോക്കി, ഗ്രേ കിറ്റൺ എഴുന്നേറ്റ് ചുറ്റും നോക്കി. അപ്പൊ എന്തൊക്കെയാ കണ്ടേ? ഇവിടെ ഒരു കിറ്റൺ എന്ത് ചെയ്യുന്നു? ദാ ഇവിടെ ഇതിനുള്ളിലാണ്, ഈ ബാസ്ക്കറ്റിനുള്ളിലാണ്. മറ്റൊരു കാറ്റോ മാറ്റിന് മുകളിലാണ്. ദാ നോക്കിയേ, മറ്റൊരു കാറ്റോ ടേബിളിന് മുകളിലാണ്. The grey kitten on a mat. ഗ്രേ കിറ്റൺ എവിടെയാണ്? മാറ്റിന് മുകളിലാണ്. The red kitten എവിടെയാണ്? ബാസ്ക്കറ്റിന് അകത്താണ്. അപ്പൊ എന്ത് എഴുതണം? In a basket. അകത്താണെങ്കിൽ, ഉള്ളിലാണെങ്കിൽ in എന്ന് എഴുതുക. The red kitten in a basket. ഇനി ബ്ലാക്ക് കിറ്റൺ എവിടെയാണ്? മുകളിലാണ്, ഒന്ന് ടേബിളിന് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതണം? On എന്ന് എഴുതണം. The black kitten on the table. ബ്ലാക്ക് കിറ്റൺ ടേബിളിന് പുറത്താണ്. റെഡ് കിറ്റൺ ബാസ്ക്കറ്റിന് അകത്താണ്. അകത്താണെങ്കിൽ in എന്ന് എഴുതുക, പുറത്താണെങ്കിൽ on എന്ന് എഴുതുക. തെറ്റില്ലല്ലോ? A book on the book എന്നതിന് മുകളിൽ പുറത്താണ്. A book on the table. Book on the table. Next, a dash in a glass. ഗ്ലാസിനുള്ളിൽ എന്താണ്? പെൻ. ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സ്പെല്ലിംഗ് ഒന്നും പേടിക്കണ്ട. ഇവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതി. A pen in a glass. The mat is on the mat എവിടെയാണ്? എന്തിന് പുറത്താണ്? Floor. The mat is on the floor. The mat is on the floor. അപ്പൊ ആക്ടിവിറ്റി 1 ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 2 ആയിട്ട് ചോദിച്ചിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. എമി ഈസ് ഗോയിങ് ടു സ്കൂൾ. എമി സ്കൂളിലേക്ക് പോവാണ്. ഓൺ ദ വേ, വഴിയിൽ, ഷീ മെറ്റ് ഹർ ഫ്രണ്ട്. അവൾ എന്ത് ചെയ്തു? അവളുടെ കൂട്ടുകാരിയെ കണ്ടുമുട്ടി. ആരാണ് കൂട്ടുകാരി? താര. ആരാ? താര. എമി വിളിച്ചു, ഹായ് താര. അപ്പൊ എമി പറഞ്ഞു, ഹലോ എമി. എമിയുടെ കൂടെ താരയുടെ കൂടെ ആരുണ്ട്? താരയുടെ കൂടെ ആരുണ്ട്? ഡോഗ് ഉണ്ട്. ഡോഗിന്റെ പേരെന്താണെന്ന് അറിയാവോ? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡോഗിന്റെ കഴുത്തിലുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളേ? ടോം. എന്താ എഴുതിയിട്ടുള്ളേ? ടോം. അപ്പൊ എമി ചോദിക്കുകയാണ്, താര, ഈസ് ദിസ് യുവർ പെറ്റ്? താര, ഇത് നിന്റെ ഓമന മൃഗമാണോ? പെറ്റാണോ? അപ്പൊ എന്തായിരിക്കും താര പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ദിസ് ഈസ് മൈ പെറ്റ്. ഇത് എന്റെ പെറ്റാണ്. അപ്പൊ വീണ്ടും എമി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? അതിന്റെ പേരെന്താണ്? ഇറ്റ്സ് നെയിം ഈസ്, ഇവിടെ ഉണ്ട്, എടുത്ത് എഴുതിയാൽ മതി. എന്താ? ടോം. ടോം. ഇറ്റ്സ് നെയിം ഈസ് ടോം. അപ്പോൾ താര തിരിച്ചു ചോദിക്കുകയാണ്, എമി, ഡു യു ഹാവ് എ പെറ്റ്? എമിക്ക് പെറ്റുണ്ടോ? അപ്പൊ എന്തായിരിക്കും എമി പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഐ ഹാവ് 2 pets. എനിക്ക് 2 pets ഉണ്ട്. They are, അവർ ആരൊക്കെയാ? നമ്മൾ പഠിച്ചു. A cat and a rat. ഒരു കാറ്റും ഒരു റാറ്റും. A rat and a cat, അല്ലെങ്കിൽ a cat and a rat. Emi has 2 pets, a rat and a cat. നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് എഴുതാനുള്ളത്. റാറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? RAT, rat. കാറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? CAT, cat. RAT, rat. CAT, cat. തെറ്റില്ലല്ലോ? യെസ്. ഇനി എന്താണെന്ന് അറിയാവോ? കോൺവെർസേഷൻ തന്നെയാണ്. മറ്റൊരു കോൺവെർസേഷന് മുമ്പ് ചോദിച്ചിട്ടുള്ളത്, The fat cat saw Emmy on the way to the market. Fat cat എമിയെ മാർക്കറ്റ് പോകുന്ന വഴിക്ക് കണ്ടു. Complete the conversation between Emmy and the fat cat. എമിയും ഫാറ്റ് കാറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ. എമി പറയാണ്, Hi fat cat, where are you going? Hi fat cat, where are you going? എങ്ങോട്ടേക്കാ പോകുന്നേ? ഇവിടെ I am going to the, അടുത്ത് നമ്മൾ എഴുതണം. ദാ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ, ഈ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ബോക്സിൽ എന്തൊക്കെയാ നൽകിയിട്ടുള്ളത്? പെറ്റ് എന്ന് നൽകിയിട്ടുണ്ട്, മാറ്റ് എന്ന് നൽകിയിട്ടുണ്ട്, മാർക്കറ്റ് എന്ന് നൽകിയിട്ടുണ്ട്. പെറ്റ്, മാറ്റ്, മാർക്കറ്റ്. എവിടെയായിരിക്കും ഫാറ്റ് കാറ്റ് പോകുന്നത്? I am going to the market. I am going to the market. അപ്പൊ എമി ചോദിക്കാണ്, why? എന്തിനാ? To get a, എന്ത് മേടിക്കാനാ? To get a mat. എനിക്ക് മാറ്റ് മേടിക്കണം. കാരണം റാറ്റിന്റെ മാറ്റിന് വേണ്ടിയില്ലേ അത്
അതവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ടു ഗെറ്റ് എ മാറ്റ്, എനിക്ക് മാറ്റ് മേടിക്കണം. പ്ലീസ് സിറ്റ് ഹിയർ, ഇവിടെ ഇരുന്നോളൂ. യു ആർ മൈ, നീ എന്റെ എന്താ, പെറ്റാണ്, ഓമന മൃഗമാണ്. ഓക്കെ, അപ്പോൾ ഫാറ്റ് കാറ്റ് പറഞ്ഞു ഓക്കെ, ഐ വിൽ ഗിവ് യു ദ മാറ്റ്, ഞാൻ നിനക്ക് മാറ്റ് തരാം, നീ ഇവിടെ ഇരുന്നോളൂ എന്ന് പറയാണ്. അപ്പോൾ ഫാറ്റ് കാറ്റ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? താങ്ക് യു. എന്താ പറഞ്ഞിട്ടുണ്ടാവുക? താങ്ക് യു. ഇപ്പൊ ഫാറ്റ് കാറ്റും എമ്മിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അതിൽ ചിലപ്പോൾ വരുന്നത് എമ്മി മാർക്കറ്റിൽ പോകുന്നതായിട്ടായിരിക്കും. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ഫാറ്റ് കാറ്റ് പറയണം ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. എന്തിനായിരുന്നു? ടു ഗെറ്റ് എ മാറ്റ്, മാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എമ്മി പറഞ്ഞു പ്ലീസ് സിറ്റ് ഹിയർ, ഇവിടെ ഇരുന്നോളൂ, നീ എന്റെ എന്താണ്, പെറ്റാണ്. ഐ വിൽ ഗിവ് യു ദ മാറ്റ്, ഞാൻ നിനക്ക് മാറ്റ് തരാന്ന് പറയാണ്. അപ്പൊ ഫാറ്റ് കാറ്റ് പറഞ്ഞു താങ്ക് യു. അതുപോലെ ഇതാ നോക്കി, ഇവിടെ 4 ഫ്രണ്ട്സ് ഉണ്ട്. ആരൊക്കെയാണെന്ന് അറിയാവോ? ഇത് പാരറ്റ് ആണ്. പാരറ്റ് എന്താ പറയുന്നേ? ഐ ആം എ പാരറ്റ്, ഐ ക്യാൻ സ്പീക്ക്, ഞാനൊരു തത്തയാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയും. പീകോക്ക് ഇത് കേട്ടിട്ട് പീകോക്ക് പറയാണ് ഐ ആം എ പീകോക്ക്, ഞാനൊരു പീകോക്ക് ആണ്. ഐ ആം എ പീകോക്ക്. ഐ ആം എ പീകോക്ക്, ഞാനൊരു മയിലാണ്. ഐ ക്യാൻ, ഇതുപോലെ കണ്ടെഴുതുക കേട്ടോ. ഐ ക്യാൻ, എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ? സ്വിം ആണോ, ഡാൻസ് ആണോ? ലേ എഗ്സ്, ഗീവ് മിൽക്ക്, മയിലിന് എന്താ കഴിയാ? പാല് തരാൻ പറ്റുമോ? നീന്താൻ കഴിയോ? സ്വിം. ലേ എഗ്സ്, മുട്ടയ്ക്ക് അടയിരിക്കാൻ പറ്റുമോ? ഡാൻസ്, ഡാൻസ് ചെയ്യാൻ കഴിയോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാ? മയിലിന്റെ ഡാൻസ് ആണ് അല്ലെ. അപ്പോൾ നമ്മളോട് എന്താ എഴുതുക? ഐ ആം എ പീകോക്ക്, ഐ ക്യാൻ ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. ഇത് കേട്ടിട്ട് ആര് നിൽക്കുക? ഡക്ക്. ഡക്ക് എന്തായിരിക്കും പറയാ? ഐ ആം എ ഡക്ക്, ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഐ ആം എ ഡക്ക്, ഐ ക്യാൻ സ്വിം. കൗ കേട്ടു. കൗവിന് എന്താ പറയാ? ഐ ആം എ കൗ, ഐ ഗീവ് മിൽക്ക്, ഞാൻ പാൽ തരും. ഐ ആം എ കൗ, ഐ ഗീവ് മിൽക്ക്. ഓരോരുത്തരും പറഞ്ഞത് മനസ്സിലായല്ലോ. പാരറ്റ് പറഞ്ഞു ഐ ആം എ പാരറ്റ്, ഐ ക്യാൻ സ്പീക്ക്. പീകോക്ക് എന്ന് പറഞ്ഞു ഐ ആം എ പീകോക്ക്, ഐ ക്യാൻ ഡാൻസ്. ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഐ ക്യാൻ, ഐ ആം എ, അതൊക്കെ ഇവിടെ നോക്കി എഴുതാം. ഐ ആം എ ഡക്ക്, ഐ ക്യാൻ സ്വിം. ഐ ആം എ കൗ, ഞാനൊരു പശുവാണ്. ഐ ഗീവ് മിൽക്ക്, ഞാൻ പാൽ തരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, അടുത്തൊരു ആക്ടിവിറ്റി നോക്കിയേ. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ഇവിടെ ബ്രാക്കറ്റിൽ 2 വാക്കുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണോ ശരിയായിട്ടുള്ളത് അതിവിടെ എടുത്തെഴുതുക. മങ്കി ഈസ് സിറ്റിംഗ്, മങ്കി ഇരിക്കുന്നു. എവിടെയാ? മരത്തിനുള്ളിലാണോ മരത്തിന് പുറത്താണോ? പുറത്താണ്. അപ്പോൾ എന്താ എഴുതുക? ഓൺ. മങ്കി ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ, മങ്കി ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. ദ കിറ്റൻസ് ആർ, പൂച്ചക്കുട്ടികൾ ബിഗ് ഓർ സ്മോൾ, ബിഗ് ആണോ സ്മോൾ ആണോ? ദ കിറ്റൻസ് ആർ സ്മോൾ, ദ കിറ്റൻസ് ആർ സ്മോൾ. ഓക്കെ. ദ മദർ കാറ്റ് ഈസ് സ്ലീപ്പിംഗ്, അമ്മ പൂച്ച ഉറങ്ങുന്നു. എം ഈസ് ടേബിൾ അണ്ടർ, ടേബിളിനുള്ളിലാണോ അല്ലെങ്കിൽ ടേബിളിന് അടിയിലാണോ ഉറങ്ങുക? അണ്ടർ, അടിയിൽ. ദ മദർ കാറ്റ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ എം ഈസ് ടേബിൾ. ദ കാറ്റ് ലൈസ്, കാറ്റ് ഇരിക്കുന്നത് എവിടെയാ? കാറ്റ് എവിടെയാ കിടക്കുന്നേ? ഇൻ ദ വാറ്റ്, വാറ്റിനുള്ളിലാണ് അല്ലേ, നമ്മൾ പഠിച്ചു. ദ കാറ്റ് ലൈസ് ഇൻ ദ വാറ്റ്, കാറ്റ് വാറ്റിനുള്ളിലാണ് കിടക്കുന്നത്. ദ റാറ്റ് ജംപ്സ്, റാറ്റ് ചാടി എവിടെ വീണു? ഓൺ ടു ദ മാറ്റ്. ദ റാറ്റ് ജംപ്സ് ഓൺ ടു ദ മാറ്റ്. റാറ്റ് എന്ത് ചെയ്തു? മാറ്റിന് മുകളിലേക്ക് ചാടി. അപ്പോ അകത്താണ്, ഉള്ളിലാണ് എങ്കിൽ ഇൻ എഴുതണം, പുറത്താണെങ്കിൽ ഓൺ എഴുതണം. പുറത്തേക്ക്, മാറ്റിന് പുറത്തേക്ക് അത് ഓൺ ടു, അകത്തേക്ക് ഇൻ ടു. ഓക്കെ. വലുതാണെങ്കിൽ ബിഗ്, ചെറുതാണെങ്കിൽ സ്മോൾ, അടിയിലാണെങ്കിൽ അണ്ടർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കില്ലല്ലോ. അടുത്ത് നോക്കി. The kittens looked out. പൂച്ചക്കുട്ടികൾ പുറത്തേക്ക് നോക്കി. What do they see outside? എന്താണ് പുറത്ത് കാണുന്നത്? Color them. Write them in the boxes as given. നമ്മൾ എന്ത് ചെയ്യണം? കളർ ചെയ്തിട്ട് അതിവിടെ എഴുതുക. ഇവിടെ നോക്കി, റാറ്റിന് ബ്ലാക്ക് കളർ കൊടുത്തപ്പോ എ ബ്ലാക്ക് റാറ്റ് എന്ന് എഴുതി. ഇതൊരു ഹോം ആണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് എഴുതാം. എന്താ, റെഡ് ഹോം എന്നോ, നിങ്ങൾ ഏത് കളറാണോ വീടിന് കൊടുക്കുന്നത് അത് എഴുതുക. കൗ, കൗവിന് ഏത് കളർ കൊടുക്കുന്നു? വൈറ്റ് കൗ. ഹെന്നിന് ഏത് കളർ കൊടുക്കുന്നു? ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ ഹെൻ. കാറിന് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കാർ. ട്രീക്ക് ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ട്രീ. ഫ്ലവറിന് യെല്ലോ ആണെങ്കിൽ യെല്ലോ ഫ്ലവർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് കളറാണോ കൊടുക്കുന്നത് ആ കളർ നൽകിയ ശേഷം ആ കളറിന്റെ എഴുതിയ ശേഷം ഈ പേര് എഴുതുക. അതാണ് ചെയ്യാനുള്ളത്. അടുത്തൊരു ആക്ടിവിറ്റി ആണ് ലിസൺ ആൻഡ് കളർ. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് അതുപോലെ കളർ ചെയ്യുക. കളർ ദ ഫ്ലവേഴ്സ് വിത്ത് റെഡ്. ഫ്ലവേഴ്സിന് റെഡ് കളർ കൊടുക്കുക. കളർ ദ ബലൂൺസ് വിത്ത് ബ്രൗൺ. മരത്തിന് ബലൂൺസിന് ബ്രൗൺ കളർ കൊടുക്കുക. കളർ ദ ബോയ്സ് ഹാറ്റ് വിത്ത് ബ്ലൂ. ആൺകുട്ടിയുടെ തൊപ്പിക്ക് ബ്ലൂ കളർ കൊടുക്കുക. കളർ ദ ലീവ്സ് വിത്ത് ഗ്രീൻ. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുക. കളർ ദ ബട്ടർഫ്ലൈ as you like. ബട്ടർഫ്ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. ഇനി അടുത്തൊരു ആക്ടിവിറ്റി ആണ് വി ആർ സിംഗിങ് ടുഗദർ. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അതുപോലെ എന്ത് ചെയ്യണം? ദാ ഇവിടെ ഈ ബോക്സിൽ നൽകിയിട്ടുള്ള പേരുകൾ എടുത്തെഴുതുക. വി ആർ ഡാൻസിങ് ടുഗദർ. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അതുപോലെ ഒന്ന് സ്വന്തമായിട്ട് എഴുതിയേ. അടുത്ത് ജമ്പിങ് ചേർത്ത് എഴുതാം. വി ആർ ജമ്പിങ് ടുഗദർ. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. മുകളിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. ഈ വാക്കുകൾ മാറ്റി എഴുതാൻ മതി കേട്ടോ. വി ആർ ഡാൻസിങ് ടുഗദർ. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. വി ആർ ജമ്പിങ് ടുഗദർ. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, ഇതെങ്ങനെ എഴുതുക? ഇവിടെ കുറച്ച് സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. എ കാറ്റ് ഈസ് സ്ലീപ്പിംഗ്. റാറ്റ്സ് ആർ റണ്ണിങ്. ഫ്രോഗ്സ് ആർ ജമ്പിങ്. ഗേൾസ് ആർ ഡാൻസിങ്. എ ഫിഷ് ഈസ് സ്വിമ്മിങ്. എ കാറ്റ് ഈസ് സ്ലീപ്പിംഗ്. പൂച്ച ഉറങ്ങുന്നു. റാറ്റ്സ് ആർ റണ്ണിങ്. എലികൾ ഓടുന്നു. ഫ്രോഗ്സ് ആർ ജമ്പിങ്. തവളകൾ ചാടുന്നു. ഗേൾസ് ആർ ഡാൻസിങ്. പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നു. എ ഫിഷ് ഈസ് സ്വിമ്മിങ്. ഒരു മീൻ നീന്തുന്നു. ഇപ്പൊ ഇവിടെ ആദ്യം എന്താ എഴുതുക? രണ്ടാമത് കിടക്കുന്ന റാറ്റ്സ് ആർ റണ്ണിങ്. ഇവിടെ എന്താ? എ ഫിഷ് ഈസ് സ്വിമ്മിങ്. കണ്ടെഴുതിയാൽ മതി കേട്ടോ. എ കാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഗേൾസ് ആർ ഡാൻസിങ്. ഫ്രോഗ്സ് ആർ ജമ്പിങ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാ നോക്കിയ കോൺവെർസേഷൻ ഉള്ളതാണ്. ബില്ലു പറയാണ് ഹലോ മോട്ടു. മോട്ടു പറയണേ ഹലോ, ഹൗ ആർ യു. ഹൗ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫില്ല് ചെയ്യേണ്ടതെല്ലാം ഇവിടെ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഒരാളോട് എന്താ ചോദിക്കുക? ഹൗ ആർ യു. അപ്പൊ എന്തായിരിക്കും ബില്ലു പറയാ? ഫൈൻ. FINE ഇവിടെ നൽകിയിട്ടുണ്ട്. ഫൈൻ. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഫൈൻ. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഫൈൻ. ഹലോ പറഞ്ഞാൽ തിരിച്ചും ഹലോ. ഐ ഹിയർഡ് someone. ഞാൻ കേട്ടു. എന്തോ? crying. കരച്ചിൽ. I heard someone crying. Did you hear that? നിങ്ങൾ കേട്ടായിരുന്നോ? മോട്ടു no. But there are 3 kittens in the bush. പക്ഷേ അവിടെ ആ കുറ്റിക്കാട്ടിൽ 3 കിറ്റൻസ് ഉണ്ട്. പൂച്ചക്കുട്ടികളുണ്ട്. ബില്ലു കിറ്റൻസ്. മോട്ടു yes. Let's help them. നമുക്ക് അവരെ സഹായിക്കാം. ആ കുറ്റിക്കാട്ടിൽ നിന്ന് ബുഷിൽ നിന്ന് സഹായിക്കാം. ബില്ലു oh sure. അപ്പൊ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും എടുത്തെഴുതിയാൽ മാത്രം മതി കേട്ടോ. ഹൗ എന്ന് പറഞ്ഞാൽ സുഖാണോ എന്ന് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട്? ഫൈൻ. സുഖം. നന്നായിരിക്കുന്നു. ക്രൈയിങ്. കരയുക. 3 kittens. 3 പൂച്ചക്കുട്ടികൾ. ഹെൽപ്പ്. സഹായം. ഇവിടെ നോക്കി കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണേ. ഇവിടെ നോക്കിയേ. എ ഗ്രീൻ ബിഗ് ഫ്രോഗ്. അതുപോലെ ഇവിടെ നൽകിയിട്ടുണ്ട് എ ബ്ലാക്ക് റാറ്റ്, എ സ്മോൾ റാറ്റ് ജമ്പിങ് ഇൻ ടു ദ ഡ്രം. ലെറ്റ്സ് ചേസ് ദ റാറ്റ്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? എ ഗ്രീൻ ബിഗ് ഫ്രോഗ് എങ്ങനെ എഴുതാം? ആദ്യം ബ്ലാക്ക് റാറ്റ്. അപ്പോൾ എന്ത് എഴുതാം? എ ഗ്രീൻ ഫ്രോഗ്. അടുത്ത എന്ത് എഴുതാം? എ സ്മോൾ റാറ്റ്. ഇവിടെ എന്ത് എഴുതാം? എ ബിഗ് ഫ്രോഗ് ജമ്പിങ്. എങ്ങോട്ടാ പോകുന്നത്? പോണ്ടിലേക്ക്. ജമ്പിങ് ഇൻ ടു ദ പോണ്ട്. ഓക്കെ, ഇവിടെ സെന്റൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ വാക്ക് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി അത് ഫില്ല് ചെയ്യണം. അതാണ് അടുത്ത് വരുന്നത്. അതുപോലെ എ ബേർഡ് ഈസ് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് പറയണം. ഓൺ ദ ട്രീ, അണ്ടർ ദ ട്രീ, ഇൻ ദ നെസ്റ്റ്. എ ബേർഡ് ഈസ് ഇൻ ദ നെസ്റ്റ്. കൂട്ടിനുള്ളിലാണല്ലേ. എ കാറ്റ് ഈസ് ഓൺ ദ ട്രീ. പൂച്ച മരത്തിന് പുറത്താണ്, മരത്തിന് മുകളിലാണ്.
അകത്താണെങ്കിൽ ഇൻ ദ, പുറത്താണെങ്കിൽ ഓൺ ദ. തെറ്റരുത്, ടീച്ചർ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഒത്തിരി പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കളർ ആൻഡ് ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ നോക്കി, ഇത് കളർ ചെയ്യണം, ഇവിടെ നിന്ന് എടുത്ത് എഴുതിയത് ഫിൽ ചെയ്യണം. There is a pond in front of the house. 3 kittens are playing. A fish is swimming. A rat is sitting on the rock. Rat is sitting on the rock. ഇവിടെ നൽകിയിട്ടുള്ള വാക്കുകൾ കറക്റ്റ് ആയിട്ട് എടുത്തെഴുതി ഫിൽ ചെയ്യണം. ഓക്കെ, അടുത്തൊരു ബേബി എലിഫന്റും ബേർഡും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. I am a bird. Look at me. I have long trunk. അപ്പൊ എന്ത് പറയുന്നു? ബേർഡ് എന്ത് പറയുന്നു? I have a wings. എനിക്ക് ചിറകുകളുണ്ട്. അപ്പൊ ബേബി എലിഫന്റ് എന്ന് പറയുന്നു I have 2 big ears. അപ്പൊ ബേർഡ് എന്ത് പറയും? I have a feather. ഇവിടെ സ്പെല്ലിംഗ് നൽകിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫെദർ ഉണ്ട്. അപ്പൊ ബേബി എലിഫന്റ് പറയുന്നു I can walk. എനിക്ക് നടക്കാൻ കഴിയും. അപ്പൊ ബേർഡ് എന്ത് പറയും? I can fly. I can fly. അപ്പൊ ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മങ്കി എന്താ കഴിക്കുക? ഫ്രൂട്ട്സ്. കാറ്റ് എന്താ കഴിക്കുക? ഫിഷ്. എമി എന്താ കഴിക്കുക? ചപ്പാത്തി. സ്ക്യൂറൽ എന്താ കഴിക്കുക? നട്ട്സ്. എലിഫന്റ് എന്താ കഴിക്കുക? പാം ലീവ്സ്. അടുത്ത കോൺവെർസേഷൻ. ഹു ആർ യു? ഐ ആം എ ഡാഡ്. ഹു ഈസ് യുവർ ഫ്രണ്ട്? നിന്റെ ഫ്രണ്ട് ആരാണ്? മൈ ഫ്രണ്ട് ഈസ് എ ഫ്രോഗ്. എന്റെ ഫ്രണ്ട് ഫ്രോഗ് ആണ്. വാട്ട് ആർ യു ഡൂയിങ്? എന്ത് ചെയ്യുന്നു? ഐ ആം സ്വിമ്മിങ്. ഐ ആം സ്വിമ്മിങ്. സ്വിമ്മിങ് ഒത്തിരി സ്ഥലങ്ങളിൽ വന്നു. പ്ലേയിങ് വന്നു, ഡക്ക് വന്നു, കാറ്റ് വന്നു, ഡക്ലിംഗ് വന്നു, കിറ്റൻസ് വന്നു. ഇതൊക്കെ നോക്കണം കേട്ടോ. ഐ ആം എ പെറ്റ് അനിമൽ. ഐ ലൈക്ക് ഫിഷ്. ഐ ഡ്രിങ്ക് മിൽക്ക്. സേ മ്യൂ മ്യൂ. ഹു ആം ഐ? ഞാനൊരു പെറ്റ് അനിമൽ ആണ്. എനിക്ക് മീൻ ഇഷ്ടമാണ്. എനിക്ക് പാൽ കുടിക്കാൻ ഇഷ്ടമാണ്. മ്യൂ മ്യൂ എന്ന് ശബ്ദം ഉണ്ടാക്കും. ഹു ആം ഐ? ഞാൻ ആരാണ്? കാറ്റ്. ഓക്കെ. ഐ ആം എ ബേർഡ്. ഞാനൊരു പക്ഷിയാണ്. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്തുവാൻ കഴിയും. ഐ സേ ക്വാക്ക് ക്വാക്ക്. ഞാൻ ക്വാക്ക് ക്വാക്ക് എന്ന് ശബ്ദം ഉണ്ടാക്കും. ഹു ആം ഐ? ഡക്ക്. ഞാൻ ആരാണ്? ഡക്ക്. ഓക്കെ. അടുത്ത ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, വാട്ട് ഈസ് ഇൻസൈഡ്? ഇവിടെ നൽകിയിട്ടുണ്ട് കണ്ടോ, കറക്റ്റ് ഓർഡറിലല്ല നൽകിയിട്ടുള്ളത്. കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക. ഒന്നാമത്തേത് എന്ത് എഴുതാം? OLI. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ ഓയിൽ. രണ്ടാമത്തേത് കറക്റ്റ് ആക്കി എഴുതിയപ്പോൾ വീറ്റ് ഫ്ലോർ. മൂന്നാമത്തേത് കറക്റ്റ് ആക്കി എഴുതിയപ്പോഴോ മിൽക്ക്. അടുത്തോ വാട്ടർ. അപ്പൊ ഈ ഡ്രമ്മിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഓയിൽ, വീറ്റ് ഫ്ലോർ, മിൽക്ക്, വാട്ടർ. ഇനി നമുക്ക് ഒന്നുകൂടി എഴുതാം, റൈസ് ഫ്ലോർ എന്ന് എഴുതാം. ഓക്കെ. അപ്പോ ഈ 3 കിറ്റൻസ് എന്ത് ചെയ്തു? വീറ്റ് ഫ്ലോർ എവിടെ കണ്ടു? ഡ്രമ്മിൽ കണ്ടു. ഇതുപോലെ എന്തൊക്കെ ഉണ്ടായിരിക്കാം, ഡ്രമ്മിൽ എന്തൊക്കെ വയ്ക്കാം, അതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. Animals in the forest are playing hide and seek. Animals എന്ത് ചെയ്യുന്നു? ഫോറസ്റ്റിലുള്ള animals hide and seek, ഒളിച്ചു കളിക്കുകയാണ്. Rearrange the letters and find out the hiding animals. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തി അതിനെ അറേഞ്ച് ചെയ്യണം. I want to catch the fish. എനിക്ക് ഫിഷിനെ പിടിക്കണം. ഇവിടെ ഇപ്പൊ എന്താണ്? FISH. ഇവിടെ ഉണ്ടല്ലേ. നമുക്കത് കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ഫിഷ് എന്ന് എഴുതാം. RTA അതെന്താണ്? റാറ്റ്. എലിഫന്റ്. മങ്കി. മങ്കി MONKEY അല്ല, MONKEY. മങ്കി. ഫോർഗ് അല്ല, ഫ്രോഗ്. FROG. ഫ്രോഗ്. സ്പെല്ലിംഗ് റീഅറേഞ്ച് ചെയ്യുക, കറക്റ്റ് ആക്കി എഴുതുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എമിയും കാറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് വെച്ച് ഫിൽ ചെയ്യണം. എമി, ഹായ്, വേർ ആർ യു ഗോയിങ്? കാറ്റ്, ഐ ആം ഗോയിങ് ടു ദ ഫിഷ് ഡിഷ് മാർക്കറ്റ്, താങ്ക് യു, ടേക്ക്. അപ്പൊ എന്ത് വരും? ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഈ ക്വസ്റ്റ്യൻ നേരത്തെയും ടീച്ചർ പറഞ്ഞു. എമി, ഫോർ വാട്ട്? എന്തിനാ? കാറ്റ്, ടു ബൈ സം ഫിഷ്. ഫിഷ് വാങ്ങാൻ. എമി, ഹിയർ ഈസ് എ ഫാറ്റ് ഫിഷ് ഇൻ ദ ഡിഷ്. ഇവിടെ ഒരു ഫാറ്റ് ഫിഷ് ഉണ്ട്. എന്തിലാ? ഡിഷിനുള്ളിൽ. കാറ്റ്, ഈസ് ഇറ്റ് ഫോർ മീ? ഇത് എനിക്കാണോ? എമി, യെസ്, ടേക്ക് ദ ഫിഷ് ഔട്ട് ഓഫ് ദ ഡിഷ്. എടുത്തോളൂ, ഡിഷിൽ നിന്ന് എടുത്തോളൂ. കാറ്റ്, താങ്ക് യു. കോൺവെർസേഷൻ ഇവിടെ ബോക്സിൽ നൽകിയിട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ട് എഴുതുക, സ്പെല്ലിംഗ് തെറ്റാതെ നോക്കി എഴുതണം കേട്ടോ. അതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ആഡ് മോർ ലൈൻസ്.
I am a kitten, black kitten, chasing all the rats. ഞാനൊരു kitten ആണ്, കറുത്ത പൂച്ചയാണ്, chasing all the rats. അതുപോലെ എന്ത് എഴുതാം? I am a parrot, green parrot, eating all the nuts. I am a fish, blue fish, swimming in the pond. ഇവിടെ ഉണ്ട് parrot, fish, swimming. ഫിഷും സ്വിമ്മിങ് നമ്മൾ ഇവിടെ നിന്ന് എഴുതി. parrot, kitten, fish, swimming, playing ഇതെല്ലാം ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്, പഠിച്ചിട്ട് പോണം കേട്ടോ. അടുത്തൊരു ഡിസ്ക്രിപ്ഷൻ ആണ് സിറ്റിംഗ്, ഈറ്റിംഗ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്. ഇവിടെ നോക്കിയേ, ബേർഡ്, സ്ക്യൂറൽ എല്ലാം ഉണ്ട്. there are many dash on the plants. പൂക്കളിൽ നിറയെ എന്തുണ്ട്? flowers. there are many flowers on the plants. a parrot is dash on the tree. parrot എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. sitting on the tree. a squirrel is dash a mango. squirrel എന്ത് ചെയ്യുന്നു? eating a mango. mango കഴിക്കുന്നു. dash are flying in the sky. ആകാശത്ത് ആര് പറക്കുന്നു? birds. birds are flying in the sky. ഇതുപോലെ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ടാകും, നമ്മളത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെല്ലിംഗ് തെറ്റ് വരാതെ എടുത്തെഴുതണേ. ഇവിടെ റീഅറേഞ്ച് ദ ലെറ്റേഴ്സ്. kitten, KITTEN, kitten. duckling, DUCKLING, duckling. drum, DRUM, drum. tree, TREE, tree. bird, BIRD, bird. ഇപ്പൊ റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അറിയാലോ, kitten, duckling, drum, tree, bird. ഇപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ടീച്ചർ ഒത്തിരി റിപ്പീറ്റ് ചെയ്ത വേർഡ്സ് ഉണ്ടല്ലോ, അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചിട്ട് പോവാട്ടോ. I have wings, I can fly. എനിക്ക് ചിറകുകളുണ്ട്, എനിക്ക് പറക്കുവാൻ കഴിയും. ഇതിൽ ആരാണ്? പാരറ്റ് ആണോ, ഫ്രോഗ് ആണോ, ഫിഷ് ആണോ? ബേർഡ് ആണ് അല്ലെ, പക്ഷികൾക്കാണ് ഇത് പറ്റുക. I can swim, I live in water. എനിക്ക് നീന്താൻ കഴിയും, ഞാൻ വെള്ളത്തിലാണ് താമസിക്കുന്നത്. അതാരാ? ഫിഷ്. I can jump, എനിക്ക് ചാടാൻ കഴിയും. I have 4 legs, എനിക്ക് 4 കാലുണ്ട്. അതാരാ? ഫ്രോഗ്. ഇവിടെ നൽകിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് എടുത്തെഴുതണം. ഇവിടെ നോക്കി, ഇതൊരു എലിഫന്റ് ആണ്. എലിഫന്റ് ഇതാ നോക്കിയ, ബേബി എലിഫന്റ് പറയുകയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? URN. I can, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? run, RUN, run. അത് കറക്റ്റ് ആക്കി എഴുതണമായിരുന്നു. I have 4, എനിക്ക് 4 എന്തുണ്ട്? legs, LEGS, legs. റീഅറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോ എങ്ങനെ ചോദിച്ചാലും ക്വസ്റ്റ്യൻ ഏതാണ്ട് മനസ്സിലായല്ലോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ടീച്ചർ നോക്കിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ട സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിട്ട് പോവുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.